നമസ്കാരം. ഏതാനും ദിവസങ്ങളായി അരങ്ങ് തകർത്ത് ആടിക്കൊണ്ടിരുന്ന ഛത്തീസ്ഗഡ് എന്ന നാടകത്തിന് താൽക്കാലികമായിട്ട് ഒരു അവസാനം ഉണ്ടായിരിക്കുകയാണ്. അത് ഇന്നലെയാണ് നടന്നത്. താൽക്കാലികം എന്ന് പറയാനുള്ള കാരണം ജാമ്യം മാത്രമാണ് കിട്ടിയത്. അതും ഉപാധികളോടെ ഉള്ള ഒരു ജാമ്യമാണ് കൊടുത്തത്. പാസ്പോർട്ടൊക്കെ അവിടെ കൊടുക്കേണ്ടി വന്നു, രാജ്യം വിട്ടു പോകാൻ പാടില്ല, വേറെ ചില ഉപാധികളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ കേരളത്തിലിരുന്നു കൊണ്ട് ഇന്നലെ താൽക്കാലികമായി തിരശ്ശീലയിട്ട ആ നാടകത്തിൻ്റെ വളരെ വികാര പ്രക്ഷുബ്ധമായിട്ടുള്ള ചില രംഗങ്ങളൊക്കെ കാണുകയുണ്ടായി. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണീര് വന്നില്ല എന്നേ ഉള്ളൂ. ജോൺ ബ്രിട്ടാസ് എന്ന CPM-ൻ്റെ രാജ്യസഭാ MP അക്ഷരാർത്ഥത്തിൽ അവിടെ നിന്ന് കരയുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. കാരണം അവർ കുറച്ച് ദിവസമായി അവിടെ കിടന്ന് ഈ കോഴി മുട്ടയിടാൻ കിടന്ന് പനറ്റുന്നതാണൊക്കെ അവിടെ കിടന്ന് പനറ്റിക്കൊണ്ടിരുന്നത്. ഇവർ ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ ഇവരെ അവരുടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി പത്രക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കാം എന്ന സ്വപ്നം കണ്ടാണ് ഈ ജോൺ ബ്രിട്ടാസും അതേപോലെ കോൺഗ്രസ്സുകാരും ഒക്കെ അവിടെ നിന്നിരുന്നത്. ഈ അറസ്റ്റിലായിരുന്ന ഈ കന്യാസ്ത്രീകളുടെ ഒരു സഹോദരനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് റോജി എന്ന ഒരു കോൺഗ്രസ്സുകാരൻ കിടന്ന് കാണിക്കുന്ന അഭ്യാസമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനൊപ്പം തന്നെയാണ് ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ഈ ഇടതുപക്ഷക്കാർ. അതും ജോൺ ബ്രിട്ടാസിനെ പറ്റി പറയുമ്പോൾ തികഞ്ഞ ഒരു വർഗീയ ചിന്തയുള്ള വർഗീയവാദി എന്ന് തന്നെ പച്ചയ്ക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഈ ജോൺ ബ്രിട്ടാസ്. കാരണം ഇത്തരം കാര്യങ്ങളിൽ അയാളുടെ വികാരം പൊള്ളും. എന്നാൽ മാതാ അമൃതാനന്ദമയ്യെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക വരെ പോയി ഒരു മദാമയെ തേടി പിടിച്ച് ഇൻ്റർവ്യൂ എടുക്കുകയും അത് ചാനലിലൂടെ കാണിച്ച് അവരെ അപമാനിക്കാൻ മടിയില്ലാത്ത ഒരു വ്യക്തി കൂടിയാണ് ജോൺ ബ്രിട്ടാസ്. കുംഭമേള നടക്കുന്ന സമയത്ത് കുംഭമേളയെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട് ഒരാവശ്യവുമില്ലാതെ ചൈനയിലെ AI പറ്റിയും ഒക്കെ പൊക്കിക്കൊണ്ട് വന്നിട്ട് അതിനെയും ഇതും കൂടെ കണക്ട് ചെയ്തിട്ട് താറടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അതേ മനുഷ്യൻ തന്നെ തൻ്റെ മകളുടെ വിവാഹം നടത്താൻ ക്രിസ്തീയ വിശ്വാസ പ്രകാരം പള്ളിയിൽ വിവാഹം നടത്തുമ്പോൾ അതിൽ സന്നിഹിതരായും എല്ലാം ചെയ്യുന്ന ഒരു കാഴ്ചയും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അതിനാൽ അയാൾ ഒരു തികഞ്ഞ വർഗീയവാദിയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മുസ്ലിങ്ങളുടേതായിട്ടുള്ള ഒരു പരിപാടിയിൽ പോകുമ്പോൾ, അതായത് മുജാഹിദിനും മറ്റുമൊക്കെ നടത്തുന്ന ഒരു പരിപാടിയിൽ പോകുമ്പോൾ അവിടെ ആവശ്യമില്ലാത്തതാണ് എങ്കിൽ കൂടിയും ബാബറി മസ്ജിദിനെയും അതേപോലെ തന്നെ രാമക്ഷേത്രത്തെയൊക്കെ പരാമർശിച്ച് വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി നിരന്തരം ശ്രമിക്കുന്ന ഒരു തികഞ്ഞ വർഗീയവാദി തന്നെയാണ് ജോൺ ബ്രിട്ടാസ്. പലപ്പോഴും നമ്മളത് കണ്ടിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിലെ പാൽഗറിൽ 2 നിഷ്കളങ്കരായിട്ടുള്ള സന്യാസിമാരെ ജനക്കൂട്ടം തല്ലിക്കൊന്നപ്പോൾ അതിനെതിരെ ഒരു വാക്ക് പോലും ഈ കഴിഞ്ഞ ദിവസം കാണിച്ച വികാരത്തിൻ്റെ ഒന്നും ഒരു 1000-ലൊരു അംശം പോലും ഇവരൊന്നും കാണിച്ചിട്ടില്ല. അതേപോലെ തന്നെ പഹൽഗാമിൽ ആളുകളുടെ തുണി പൊക്കി നോക്കി ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം കൂട്ടക്കൊല നടത്തിയതിനെതിരെ പോലും ഇവരൊന്നും ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്ന് കാണുമ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ നാടകത്തിൻ്റെ ഉള്ളുകളിൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇനി സമാനമായിട്ടുള്ള ഒരു കേസിൽ കേരളത്തിൽ 2 കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലും അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പോലും ഇവിടെ ആരും ഭാവിച്ചിട്ടില്ല. ഈ നാടകങ്ങളൊന്നും ഈ പിണറായി വിജയനെതിരെയോ പിണറായി വിജയൻ്റെ പോലീസിനെതിരെയോ പോലും ഇവർ നടത്തിയിട്ടില്ല എന്ന് കാണുമ്പോഴാണ് ഇതൊക്കെ കാണുന്ന കോടാനുകോടി മറ്റു ജനങ്ങൾ ഇവിടെ ഉണ്ടെന്നും ആത്യന്തികമായി ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിനെയാണ് സഹായിക്കാൻ പോകുന്നത് എന്നിവർ തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും താമസിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. 55 MLA-മാരും 11 MP-മാരുമുള്ള ഛത്തീസ്ഗഡ് എവിടെ കിടക്കുന്നു, കേവലം ഒരു MP മാത്രം BJP ഉള്ള കേരളം എവിടെ കിടക്കുന്നു എന്ന് തിരിച്ചറിയാൻ മേലാത്തവരൊന്നുമല്ല കേന്ദ്ര BJP-യെ നയിക്കുന്നത് എന്നെങ്കിലും ബ്രിട്ടാസിനെ പോലെയുള്ളവർ ഓർത്താൽ നന്ന്. നിങ്ങളുടെ നാടകമൊക്കെ വളരെ ഭംഗിയായിരുന്നു, നല്ല ഭംഗിയായിട്ട് കരയുകയുണ്ടായി. നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ എന്തോ നേടിയെന്ന്, പക്ഷേ നിങ്ങളൊരു ചുക്കും നേടിയില്ല. ആത്യന്തികമായി ഇവിടെയും വിജയം കൊയ്തത് BJP തന്നെയാണ്.